So hi guys, so 2025 ഞങ്ങളുടെ ആദ്യത്തെ ഫിലിം ഐഡന്റിറ്റി ടൊവിനോ തോമസ് അഭിനയിച്ച അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ ഡയറക്ഷനിൽ ഇറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ പാക്ഡ് ഫിലിം. പേഴ്സണലി ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. സോ ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ ഓരോന്നായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ത്രില്ലർ മൂവി, ഫുൾ ആൻഡ് ഫുൾ ത്രില്ലർ മൂവി. ഫസ്റ്റ് ഹാഫ് നെക്സ്റ്റ് ലെവലായിരുന്നു, സെയിം ആസ് സെക്കൻഡ് ഹാഫ്. ട്വിസ്റ്റ് ഉണ്ട്, ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത രീതിക്ക് പടം പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ മൂവി. പിന്നെ ഇതിന്റെ കാസ്റ്റിംഗ് പറയുകയാണെങ്കിൽ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഈ രണ്ട് ഡയറക്ടർമാരും അവർ തന്നെ ഡയറക്റ്റും ചെയ്തിരിക്കുന്നത്, അവർ തന്നെ സ്ക്രിപ്റ്റും ചെയ്തിരിക്കുന്നത്. അത് എക്സലന്റ് പരിപാടിയായിരുന്നു അവർ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഞങ്ങൾ ഒന്നാമത് ഈ പടം കാണാൻ ലേറ്റായി, പക്ഷെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആവറേജ് എന്നൊരു ലെവലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ മൂവി കണ്ടതിന് ശേഷം അത് ആവറേജ് അല്ല. ഫിലിം കണ്ടപ്പോഴാണ് ഇത് എബോ ആവറേജ് ആണ്, ഇത് നെക്സ്റ്റ് ലെവൽ ഫിലിം. അതായത് ഒരു ഹോളിവുഡ് റേഞ്ചിന് പിടിക്കാൻ അവർ നോക്കിയിട്ടുണ്ട്. ആൻഡ് അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എല്ലാം സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ശരി, മ്യൂസിക് ജേക്സ് ബിജോയ് അല്ലേ, ജേക്സ് ബിജോയ് അടിപൊളി. നമ്മുടെ ഫ്രണ്ട്സ് കണ്ടപ്പോ പറഞ്ഞത് സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ആണ്, അതാണ്. പക്ഷെ ഒരു ലാഗും ഇല്ല, ഒരു ലാഗും ഇല്ല. അതായത് പറയാ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. അതായത് പ്രതീക്ഷയിലും കൂടുതൽ ട്വിസ്റ്റുകളുണ്ട്. പക്ഷെ എല്ലാ ട്വിസ്റ്റും നമുക്ക് സസ്പെൻസ് ആയിരുന്നു. പിന്നെ അതിലെന്താ പ്രശ്നം? ഞാൻ ശരിക്കും എനിക്ക് ഇങ്ങനത്തെ ഫിലിംസ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ് നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ വിചാരിക്കുന്നതൊന്നും പടത്തിൽ നടക്കുന്ന വേറൊരു രീതിക്ക് കൊണ്ടുപോയി അങ്ങനെ. പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ ഫിലിംസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് പടം നല്ല രീതിയിൽ ക്ലിക്കായി. എനിക്ക് നല്ല രീതിക്ക് വർക്കായി. പിന്നെ അളിയ ഇതില് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എടുത്ത് പറയുന്നു. ഫൈറ്റ് കൊറിയോഗ്രാഫർ ആണെങ്കിലും ഈ യാനിക് ബെൻ ആളാണെങ്കിലും ക്ലൈമാക്സ് ഫൈറ്റ് എല്ലാം അളിയ സെറ്റ്. മിഷൻ ഇമ്പോസിബിൾ സീൻ, ആ സീനായിരുന്നു ശരിക്കും. പിന്നെ എടുത്തു പറയേണ്ടതൊന്ന് സിനിമാറ്റോഗ്രഫി. അഖിൽ ജോർജ് കിട്ടില്ലാനായി ചെയ്തിട്ടുണ്ട്. മൂവി കാണാൻ നമുക്ക് എൻഗേജിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് ചില സീൻസും, പിന്നെ അതിന്റെ കൂടെ ആ മ്യൂസിക്കും കൂടി വരുമ്പോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലാണ്. എല്ലാം അതായത് ഈ പടത്തിന് എന്തൊക്കെ വേണോ അതെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അളിയ ടൊവിനോ അടിപൊളി ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി എന്നൊക്കെ പറഞ്ഞ അടിപൊളി. ഒരു OCD പേഷ്യന്റ് ആയിട്ടാണ് ആള്, ആ ഒരു ഡിസോർഡർ ഉള്ള ഒരാളായിട്ടാണ് ഇതില് അഭിനയിച്ചിരിക്കുന്നത്. നല്ല രീതിക്ക് അത് വർക്ക്ഔട്ട് ആയി. പക്ഷെ അത് ആള് സോളിഡായി ചെയ്തിട്ടുണ്ട്. ഈവൻ ഒരു മൈന്യൂട്ട് സീൻസ് ആണെങ്കിലും ആള് എവിടെ പോയി ഇരിക്കുമ്പോഴും അത് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങള് അത് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സത്യം. പിന്നെ ആള് ലുക്ക് വൈസ് ആണെങ്കിലും ഫിസിക് വൈസ് ആണെങ്കിലും ഫിസിക് വൈസ് ഒരു സീൻ ഉണ്ട്, പറയുന്നില്ല, നേരിട്ട് കാണാ. അതായത് ക്യാരക്ടറായിട്ട് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ടൊവിനോ. അതേപോലെ തന്നെ എല്ലാവരും ആ ഡോക്ടറായിട്ട് വന്ന ഷമ്മി തിലകനും കാസ്റ്റിംഗ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കറക്റ്റ് ആയിരുന്നു. അതായത് അവർക്ക് വേണ്ട ക്യാരക്ടർ അവർ വൃത്തിയായി ചെയ്യുകയും ചെയ്തു. അർച്ചന കവി ആണെങ്കിലും എല്ലാവരും നല്ല നീറ്റായി ചെയ്തിട്ടുണ്ട്. ഇതിലെടുത്ത് പറയേണ്ടത് കുറെ റേപ്പ് കേസിന് അതിന്റെ ട്രോമ എക്സെട്ര സൊസൈറ്റിക്ക് ഒരു നല്ലൊരു മെസ്സേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് നടക്കുന്ന കുറെ കാര്യങ്ങൾ അതിലുണ്ട്. സോ അതൊരു ശരിക്കും പറഞ്ഞ ഒരു വലിയ പ്ലസ് തന്നെയാണ്. പിന്നെ വിനയ് രായ്, തമിഴ് ആക്ടർ, ആളിപ്പോ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഈ സിനിമയിൽ നല്ല റോള്, ആൾക്ക് നല്ല ഇമ്പാക്ട്ഫുൾ റോളായിരുന്നു ഈ മൂവിയിൽ. ഈ പടം ഒരു ആവറേജ് പടമല്ല. ഈ പടത്തിനെ കുറിച്ച് ഇനി ഒരുപാട് പറഞ്ഞാൽ തന്നെ അത് സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റുന്നില്ല. ഇതിന്റെ വർക്ക്, ടെക്നിക്കൽ വർക്ക്സ് വാസ് ഓസം. ഇവര് പറയും ആവറേജ് ഫിലിംസ് കാര്യങ്ങള് നീ പറഞ്ഞ പോലെ. ഓക്കെ, കാരണം കൂടുതൽ ഡീപ്പായിട്ട് ഇരുന്ന് കാണാൻ താല്പര്യമില്ലാത്തവരാണ് അങ്ങനെ പറയുക. ഇപ്പൊ ബേസിക്കലി ഇപ്പൊ ഒരു നോളൻ ഫിലിംസേ വെച്ചോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഫുൾ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങൾ വരും. മേ ബി അതുകൊണ്ടായിരിക്കും കുറച്ച് പേർക്ക് ഇത് ലാഗ് ആയി തോന്നിയത്. സെക്കൻഡ് ഹാഫിൽ കുറെ ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി കോംപ്ലക്സ് ആക്കി എന്നൊക്കെ പറഞ്ഞു. നമ്മളിത് പ്രതീക്ഷിച്ചിട്ട് പോയിട്ടും നമുക്ക് ട്വിസ്റ്റ് ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. സത്യം. സോ ഞങ്ങൾ 4 പേർക്കും നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. സോ ഫസ്റ്റ് ഫിലിം ഞങ്ങൾക്ക് വളരെ വളരെ ഇഷ്ടമായി, ക്ലിക്കായി. എല്ലാവരും പോയി കാണുക മൂവി. നല്ലൊരു ത്രില്ലർ മൂവി കണ്ട എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടും. ഒന്നാമത് തിയേറ്റർ പോയി കണ്ടാൽ മ്യൂസിക് എല്ലാം കൂടിയിട്ട്. പിന്നെ അവിടെ മിസ്സായി. ആദ്യമേ പോയി കാണായിരുന്നു. അവൻ പറഞ്ഞു കാണണ്ട, ഇവൻ പറഞ്ഞു കാണണ്ട, അങ്ങനെയൊന്നുമില്ല. പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ഇടുക. എല്ലാവരും ഒറ്റ മൈൻഡായിട്ട് തിയേറ്ററിൽ പോയി കാണേണ്ട മൂവിയാണ്. സോ എല്ലാവരും പോയി കാണാം. എല്ലാവരും പോയി കാണുക. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ഇടുക. വേറൊരു എക്സ്പീരിയൻസ് ആണ്.
സോ അത്രേ ഉള്ളൂ ഗൈസ്. സോ അടുത്ത തവണ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ കാണാം. ബൈ. ബൈ.